നമസ്കാരം. സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാസങ്ങളായി ശമ്പളം ഇല്ലെന്നത് തൊഴിലാളികളെയും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര വൻ ബാധ്യതയായി തീർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോ ഈ വാങ്ങിക്കൂട്ടിയ കോടികൾ മുടക്കി വാങ്ങിയ ബസ്സുകളും മൊത്തത്തിൽ കടത്തിലങ്ങ് നിൽക്കുകയാണ്. ഇങ്ങനെ ആർക്കും പറ്റും, അതായത് ഒരു KSRTC കുളം തൊടാൻ. ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക KSRTC ജീവനക്കാർ ഡിസംബർ 31 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയ്മെന്റ് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 36 മാസത്തെ ശമ്പള കുടിശ്ശികയായ 1750 കോടിയും വിരമിച്ച ജീവനക്കാരുടെ DA കുടിശ്ശികയായ 306 കോടിയും അനുവദിക്കുക. 2024 ജനുവരി 1 മുതൽ പ്രാബല്യം നൽകി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പുതുവത്സര തലേന്ന് ആരംഭിക്കുന്ന സമരം ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുക തന്നെ ചെയ്യും. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നോർത്ത് വെസ്റ്റേൺ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവയിലെ ജീവനക്കാരാണ് സമരത്തിൽ പങ്കാളികളാവുന്നത്. കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ ഏർപ്പെടുത്തിയ ശക്തി പദ്ധതി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ അടിത്തറ ഇളക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി പദ്ധതി നടപ്പാക്കിയതോടെ ആദ്യം 3 മാസത്തിനിടെ തന്നെ 295 കോടിയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടായതെന്നും അധികൃതർ പറയുന്നു. എന്നാൽ കേരള RTC എത്രയോ ഭേദമാണ്. അല്പം വൈകിയാണെങ്കിലും ശമ്പള കുടിശ്ശിക ഇല്ല എന്നതാണ് സത്യം. അനാവശ്യമായ സൗജന്യ യാത്ര അനുവദിക്കാറുമില്ല. പൊങ്ങച്ചം കാണിക്കാതെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി മാത്രമേ ബസ് വാങ്ങാറുള്ളൂ. അതും കൊക്കിലൊതുങ്ങുന്നത് മാത്രമേ കൊത്താറുള്ളൂ. ഇവരുടെ അടുത്തേക്കാണോ അപ്പൊ പഠിപ്പിക്കാൻ കർണാടക KSRTCയുടെ ലക്ഷ്യം? പണിമുടക്ക് ആരംഭിച്ചാൽ എല്ലാവർക്കും ആശ്രയം നമ്മുടെ KSRTC മാത്രമായിരിക്കും. വരും കാലത്ത് KSRTC തകർന്നടിയുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം മാത്രമാണ്. 1-2 ദിവസം താമസിച്ചാലും തൊഴിലാളികൾക്ക് കുടിശ്ശികയില്ലാതെ ശമ്പളം നൽകാൻ KSRTCക്ക് സാധിക്കുന്നു. KSRTC കടത്തിൽ ബസ്സുകൾ വാങ്ങി കൂട്ടുന്നില്ല എന്നാൽ നിരവധി പദ്ധതികൾ KSRTCയുടെ വികസനത്തിനായി കൊണ്ടുവരുന്നു. അതായത് ടൂറിസം പോലുള്ള പദ്ധതികൾ KSRTC വൻ വികസനം തന്നെയാണ് കൊണ്ടുവരുന്നത്.